വെന്യൂസിൽ, അതായത് ഗ്ലോബലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സംഭവമാണ് ഇതുണ്ടായിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയും ഭാര്യയും ഒരു സുപ്രഭാതത്തിൽ അടിച്ചുകൊണ്ട് പോകുന്നു. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഉണ്ട്. അതിനെ അപലപിക്കുക, അത് കാണിച്ചത് തെറ്റാണ്. ഇങ്ങനല്ല ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേളിൽ ബുൾഡോസ് ചെയ്യുന്നത്. അതിന് വേറെ ഓപ്ഷനുണ്ട്. കാരണം ആ അഭിപ്രായക്കാരനാണ് ഞാൻ. അവിടുന്ന് മാറ്റുകയോ മാറ്റാതിരിക്കുകയോ. പക്ഷെ ഒരു രാജ്യത്ത് ഇറങ്ങിച്ചെന്നിട്ട്, ഒരു സോവറിൻ രാജ്യത്ത് ഇറങ്ങിച്ചെന്നിട്ട് അവിടുന്ന് പ്രസിഡന്റിനെയും ഭാര്യയും സുപ്രഭാതത്തിൽ ഏകദേശം 10-40 പേരെ കൊന്നിട്ട് അമേരിക്കയിൽ കൊണ്ടുപോകുന്നു, കോടതിയിൽ കൊണ്ടുപോകുന്നു, വിസ്തരിക്കാൻ കൊണ്ടുപോകുന്നു. അതിൽ ഏറ്റവും വലിയ രീതിയിൽ ഞാൻ കാണുന്ന തെറ്റെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. ഇതിനെപ്പറ്റി ഇന്ത്യ ഒരു ശക്തമായ രീതിയിൽ അമേരിക്ക കാണിച്ച തെറ്റാണ് എന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത അഡ്മിനിസ്ട്രേഷനാണ് ഇന്ത്യ ഭരിക്കുന്നത്. അത് നിങ്ങൾ എന്ത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും എനിക്ക് അതിൻ്റെ അത് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇതെൻ്റെ അഭിപ്രായമാണ്. അത് തെറ്റാ കാണിച്ചത്. നാളെ ഇന്ത്യയിൽ സംഭവിക്കാം, നാളെ വേറൊരു രാജ്യത്ത് സംഭവിക്കാം. പിന്നെന്താണ്, ഈ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും പല ഏജൻസികളുണ്ട്. ആർക്കെങ്കിലും ഒരു ഗുണ്ടായുസവും പരിപാടി ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. മറ്റുള്ള പല ചെറിയ രാജ്യങ്ങളും, ഇത് ചെറിയ രാജ്യമൊന്നുമില്ല, 3 കോടി ജനമുള്ള രാജ്യമാണ് വെനീസുല. എന്തായാലും അയാൾ അവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം റിഗ്ഗിങ്ങും അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അയാൾ അവിടുത്തെ പ്രസിഡന്റാണ്. അവിടെ അടിച്ചമർത്തുന്നു, ഡിക്റ്റേറ്റർ, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെയുള്ള തീരുമാനിക്കാനുള്ള മുഴുവനും പവർ എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ ജനങ്ങൾക്കാണ്. ഇതേപോലെ ഡിക്റ്റേറ്റേഴ്സ് ലോകത്തുണ്ടായിട്ടുണ്ട്. ഞാനീ പറയുന്ന 21-ാം നൂറ്റാണ്ടിൻ്റെ 2026 നടന്ന സംഭവമാണിത്. ഇതിനെങ്ങനെയാണ് ചെറുതായിട്ട് കാണാൻ പറ്റുന്നത്? എത്ര ഇന്ത്യൻ പ്രധാനമന്ത്രി നോക്കിയാലും ഏറ്റവും കൂടുതൽ ലോകത്തെ അക്സെപ്റ്റൻസ് ഉള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പം ആ രാജ്യത്തിൻ്റെ തലവൻ, അതായത് നമ്മൾ ഈ പറയുന്ന വിശ്വഗുരു, അദ്ദേഹം പൂർണ്ണമായിട്ടും സൈലന്റ് ആയതിൻ്റെ കാര്യം എന്താണ്? പേടി, ഭയം. ആരെ? അമേരിക്ക. പക്ഷെ കഴിഞ്ഞ നിങ്ങൾ ഡിപ്ലോമസി നോക്കുക, കഴിഞ്ഞ 25-30-40 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചവരൊന്നും തന്നെ ഇത്രമാത്രം നിശബ്ദമായിരുന്നില്ല. അവർ കാരണം വലിയൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി അഡ്മിനിസ്ട്രേഷൻ. അവരും നിശബ്ദമായി. കാരണം അമേരിക്ക പേടി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായ തെറ്റ്, പാകപ്പിഴകൾ. ആ പേടിയാണ് സംഭവം. അമേരിക്ക ഏതൊക്കെ രീതിയിൽ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യും. ഞാൻ ഉദ്ദേശിക്കുന്ന കൈനറ്റിക് അറ്റാക്ക് മാറുമൊന്നും അല്ല. അതിൻ്റെ അത് ഏറ്റവും പ്രധാനമാണ് H-1B വിസ, അതേപോലെ തന്നെ ഗ്രീൻ കാർഡ്, ട്രേഡ്. ഇന്ത്യ പെട്ടുപോയി. ഇതാണ് സത്യം, പെട്ടുപോയി. ഒരിക്കലും മോദി ഗവൺമെൻറ്റും മോദിയും ഇത് ഇത്രയും വഷളായി പോകും. അത് ഇന്ത്യയുടെ എക്കോണമി എത്രയും ബാധിക്കും, ഇന്ത്യയുടെ അർബൻ ക്ലാസ്സിനെ എത്രയും ബാധിക്കുമെന്ന് ജീവിതത്തിൽ വിചാരിച്ച് കാണത്തില്ല. അതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്. അമേരിക്കയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചോണം. ഒന്നാമതോടെ പ്രേമിച്ച് പിടിച്ച് കക്ഷത്തിൻ്റെ അടുത്ത് പോയി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അമേരിക്കൻ പ്രസിഡന്റിനോട് വോട്ട് പിടിക്കാൻ അമേരിക്ക പോയി ഹൗഡി മോഡി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സൂക്ഷിച്ചോണം. നിങ്ങൾ ആരോടായി കളിക്കുന്നതെന്ന് മനസ്സിലായിക്കോണം. അതിന് ശേഷം വഷളായി. അടുത്തൊരു പ്രൂഫാണ് സംഭവം. സോഷ്യൽ മീഡിയയിൽ കൂടെ ഇറങ്ങിയെടുക്കുക, സത്യമാണ്. ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
മനസ്സിലാക്കുക, എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയിൽ ലോബിയിസ്റ്റ് ഗ്രൂപ്പുണ്ട്. അവരെ ഹയർ ചെയ്യും. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് വലിയൊരു ഗ്രൂപ്പിനെ ഹയർ ചെയ്തു. അവർ പലരും ചെയ്യുന്നുണ്ട്. ജേസൺ മില്ലർ, അയാളുടെ കണക്കുകൾ അയാൾ പുറത്തു വിട്ട് എന്തൊക്കെയാണ് ഇന്ത്യക്ക് ചെയ്തേക്കുന്നത്. അത് നോക്കുമ്പോൾ ബേസിക്കലി നാണക്കേടാണ്. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിക്കും ഇന്ത്യയുടെ ട്രേഡ് മിനിസ്റ്റർക്കും അമേരിക്കയിൽ ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കാൻ വേണ്ടി നമുക്ക് നേരിട്ട് ഫോൺ ചെയ്ത് വിളിക്കാം. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഹൈ പ്രൊഫൈലായിട്ടുള്ള അമേരിക്കയിൽ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, ഇന്ത്യൻ എംബസി ഉണ്ട്, ഇഷ്ടംപോലെ സ്റ്റാഫും ഉണ്ട്. അവരെ കൊണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥനെ വിളിച്ചൊരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുപോലും അവരെ വിളിച്ചു പറഞ്ഞ് അമേരിക്ക ഇത് കണ്ടോ കണ്ടില്ലയോ കൺഫേം ചെയ്യുകയാണ്. എന്നിട്ട് അവരെ വിളിച്ചു ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ അമേരിക്ക ബന്ധം ശരിയായിട്ടില്ല. അവർ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അവരൊക്കെ ഫോൺ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അതേ റാങ്കുള്ള മാർക്ക് റൂബിയോ ഫോൺ എടുക്കണം. അതാണ് കീഴ്വഴക്കമെന്ന് പറയുന്നത്. അവർ ഫോൺ പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ എന്താ പറഞ്ഞു കിടന്ന് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ഇവിടുത്തെ മീഡിയ അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുന്നു, അവർ വിളിക്കുന്നു, ഇവിടെ കാവൽ നിൽക്കുന്നു. ഇന്ത്യക്കാർ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞത് പുളുവാണ്, നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം അവൻ്റെ പവറുണ്ട്, മിലിറ്ററി ഉണ്ട്. അവസാനം കഴിഞ്ഞ ഒരു വർഷം എടുത്തു നോക്കുക, അല്ലെ ഓപ്പറേഷൻ സിന്ദൂറിന് കഴിഞ്ഞ ശേഷം എടുത്തു നോക്കുക. ഇന്ത്യ വലിയ രീതിയിൽ അമേരിക്കയിൽ ഷോപ്പിംഗ് നടത്തുവാണ്, ആയുധങ്ങളും അതും ഇതും ഒക്കെ അമേരിക്ക പ്രീതിപ്പെടുത്താൻ. ഇതുകൊണ്ടൊന്നും അമേരിക്ക വീഴല്ല. അതാണ് കാര്യം. അതാണ് ഭയം. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രമാത്രം വഷളായി പോകുമെന്ന്. ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് എത്ര പ്രാവശ്യം ഇന്ത്യയെ നേരിട്ട് പബ്ലിക് സ്റ്റേജുകളിലും പത്രങ്ങളിലും മറ്റുള്ള ലോക നേതാക്കളുടെ മുമ്പിലും കളിയാക്കി. എന്തുകൊണ്ടാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും നിശബ്ദമായിട്ടിരിക്കുന്നത്? ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന പാകിസ്ഥാൻ ആർമി ചീഫിനെ അവിടെ ഡിന്നർ കൊടുക്കുന്നു. അതിനെതിരെ ശക്തമായിട്ട് പറയാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല. അവിടെയാണ് ചോദ്യം. സ്ട്രോങ് ഗവൺമെന്റ് ആണോ അല്ലയോ? ഇതാണ് ചോദ്യം. ഇന്ന് മോദിക്ക് പിന്തുണയുണ്ടോ? ഉണ്ട്. ഇന്ത്യയിൽ ഇതേപോലെ പിന്തുണയുള്ളൊരു നേതാവ് ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദിയെ പോലെ. പക്ഷെ അമേരിക്കയുടെ മുമ്പിൽ എലിയേക്കാളിലും കഷ്ടമാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അമേരിക്കയിലെ പീറ്റ് ഹാക്സത്ത് അല്ലെങ്കിൽ മാർക്ക് റൂബി, അവിടുത്തെ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരോട് പോലും ഫോൺ ചെയ്യാൻ വേണ്ടി ലോബിയിസ്റ്റിനെ കൊണ്ടാണ് വിളിപ്പിക്കുന്നത്. കാരണം അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. മീഡിയയ്ക്ക് നമ്മൾ വേറെ ഉണ്ട്. പക്ഷെ മീഡിയ പോലും ഇതുവഴി ത്രൂ ആണ്, അമേരിക്കൻ വൈറ്റ് ഹൗസ് ത്രൂ ആണ് അവർ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പോലും ആലോചിച്ച് നോക്കുക, അമേരിക്കൻ മീഡിയ വരാൻ വേണ്ടി ലോബിയിസ്റ്റിനെ കൊണ്ട് ലോബിയും ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഗ്ലോബൽ മീഡിയ ഇന്ത്യ റിജക്റ്റ് ചെയ്തു. ഇന്ത്യ പറയുന്നത് ശരിയല്ല, കള്ളമാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ടോപ്പിൽ നിന്ന് ഒരു ടവറിങ് പേഴ്സണാലിറ്റി ആയിരുന്ന ഇന്ത്യയുടെ സ്ഥാനം താഴെ പോയി. അതുകൊണ്ടാണ് വെനൂസില പോലൊരു ഇഷ്യൂ വന്നിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും മോദി ഗവൺമെന്റിന്റെ ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാത്തത്. ഇതെന്താ ചെറിയ കാര്യമാണോ ലോകത്ത്? കാരണം ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ചൈന ശക്തമായി പ്രതികരിച്ചു. റഷ്യ ഒരു സാധാരണ, കാരണം റഷ്യയും പെട്ടുകിടക്കുക ഉക്രൈൻ റഷ്യ വാറിൽ. ഫർദർ അമേരിക്കയുടെ സഹായം ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, വാറ് കഴിഞ്ഞാലും വാറ് കഴിഞ്ഞില്ലെങ്കിലും. പക്ഷെ ഇന്ത്യക്ക് അങ്ങനൊന്നുമില്ല. ട്രേഡ് ഉണ്ട്, കറക്റ്റാണ്, ട്രേഡ് നടന്ന്. പണ്ടും ഞാൻ പറഞ്ഞു ട്രേഡ് ഈ പറയുന്ന പോലെ ഡീല് നടക്കത്തൊന്നുമില്ല. ഞാൻ നേരത്തെയും പറഞ്ഞു പല വീഡിയോയിൽ, ഇന്ത്യ അരിഞ്ഞു മുറുക്കുകയുമാര്. അതാണ് ആ രാജ്യം. ആ രാജ്യം അങ്ങനെ തന്നെ ചെയ്യും. അതിൻ്റെ ഓരോ തെളിവുകൾ ഓരോന്നായിട്ട് അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാം. എന്താണ് ഉമർ ഖാലിദ് ഇഷ്യൂ, എന്താണ് ഡെമോക്രാറ്റ്സ്, എന്തുകൊണ്ടാണ് ന്യൂയോർക്ക് മേയർ ഇന്ത്യക്കെതിരെ പറഞ്ഞതിൻ്റെ കാര്യം. ഇത് ഗ്ലോബലാകാൻ പോവുകയാണ്, ഇന്ത്യ താറടിക്കാൻ വേണ്ടി.
അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്നും നടക്കുകയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നേരത്തെ മോദി ഗവൺമെൻറ്റിനും ട്രംപ് അഡ്മിനിസ്ട്രേഷനും അമേരിക്കയിലുണ്ടായിരുന്ന ആക്സസ് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നുള്ളതാണ് ജെംസൺ മില്ലർ. കാരണം അയാൾ എല്ലാ സമയത്തും അയാൾ ഓഡിറ്റ് പുറത്തു വിടും, അയാളുടെ സോഷ്യൽ മീഡിയയിൽ കൂടി. കാരണം അയാൾ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ഇന്ത്യൻ രാജ്യത്തിന് വേണ്ടി. കാരണം 14 കോടിയുടെ കോൺട്രാക്റ്റാണ് അയാൾ പുറത്തു വിടുക. കാരണം അവരുടെ അത് കാരണം ഒരു ഓഡിറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതിനകത്തൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ, അതായത് സീനിയറായിട്ടുള്ള മന്ത്രിക്ക് പോലും, പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ഉദ്യോഗസ്ഥന് പോലും, അമേരിക്കയിലുള്ള അവിടുത്തെ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് ആണെങ്കിലും അവിടുത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, അയാളുടെ ഓഫീസിൽ പോലും അയാളെ വിളിക്കാൻ പറ്റുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഇതാണ് സ്ഥിതി. അപ്പം ഇന്ത്യൻ എംബസി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കൊരു പരിപാടിയും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം കുളമായി പോകുന്നത്. അതായത് മോദി അഡ്മിനിസ്ട്രേഷൻ്റെ അമേരിക്കൻ പോളിസി ഡിസാസ്റ്ററാണ്. ഡിസാസ്റ്റർ ദുരന്തമാണ്. വിശ്വഗുരു പാതാളത്തിലോട്ടാണ് കയറി വീണിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച് ചിലപ്പോൾ ഇത് ശരിയായി വരും, പക്ഷെ വന്നിട്ടില്ല. അമേരിക്ക മൈൻഡ് ചെയ്യുന്നില്ല, 1% പോലും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴും ട്രംപ് ആവശ്യം അനുസരിച്ച് ഇന്ത്യ കളിയായിക്കൊണ്ടിരിക്കുന്നു എല്ലായിടത്തും. 7 എണ്ണം പോയി, 6 എണ്ണം പോയി, 8 എണ്ണം പോയി. ഇവിടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു തീരുമാനമെടുക്കും. ട്രേഡ് വേണോ വേണ്ടത് തീരുമാനിക്കും. പക്ഷേ എന്തുകൊണ്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന അമേരിക്കൻ കമ്പനിയിൽ, ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും. ഇതാണ് കാര്യം. ഇവിടെ പല ആൾക്കാരും ഭയങ്കര ബുദ്ധിജീവികളും എക്കണോമിസ്റ്റുകളൊക്കെ BJP ഇന്ത്യയിൽ ഡിജിറ്റൽ ടാക്സ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മണ്ടത്തരമാണ് കാണിക്കുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇവിടെ കിട്ടിയതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇത്രയും പേർക്ക് ആരിവിടെ ജോലി കൊടുക്കും? വേറെ കാര്യം നിങ്ങൾ അറിയുക, പല ഇന്ത്യക്കാരെയും ഭയങ്കരമായിട്ട് അവിടെ ഹറാസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ കാർഡും H1B വിസ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ അമേരിക്കൻ ബന്ധം മോശമായി പോയി. അതിൻ്റെയാണ് ഈ കാണുന്നത് മുഴുവനും. ഇതെങ്ങനെ റെക്ടിഫൈ ചെയ്ത് ആമിക്കബിളി സെറ്റിൽ ചെയ്യണം, അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് അറിയത്തില്ല. മറ്റുള്ള പല ലോബിയിസ്റ്റും മറ്റുള്ള പല രാജ്യങ്ങളോടൊക്കെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഇപ്പം ജയശങ്കർ ഇമാനുവൽ മാക്രോണെ കാണാൻ വേണ്ടിയാണ് ഫ്രാൻസിൽ പോയിരിക്കുന്നത്. മാക്രോണും അമേരിക്കൻ ട്രംപുമായിട്ട് നല്ല ബന്ധമാണ്. ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യക്ക്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. ഞാൻ ബെനൂസിലെ ഇഷ്യൂ മാത്രമൊന്നുമല്ല, ഈ ബന്ധം മോശമാവുകയാണെങ്കിൽ ഇന്ത്യ ഭയങ്കരമായിട്ട് കയറി ബാധിക്കുക. ഇവിടെയുള്ള സംഘപരിവാറുകാരും മോദി ഭക്തന്മാരൊക്കെ ഇപ്പോൾ നിശബ്ദമായി. കാരണം കാര്യങ്ങളും ഒക്കെ ശരിയല്ല. കാരണം അപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ബംഗ്ലാദേശ്, തൊട്ടപ്പുറത്ത് ചൈന. ആലോചിക്കുക. ഈ സന്ദർഭത്തിലാണ് ഈ വെനൂസിലെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരിക്കുക. അതെല്ലാം കൂടെ ചേർത്ത് വായിച്ചോണം. ഏതായാലും എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്, മോദി ഗവൺമെൻറ്റിൻ്റെ ബ്ലണ്ടറും മങ്കത്തരവുമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് അതിനുശേഷമുണ്ടായ ഡിപ്ലോമസി. ഇന്ത്യയിലെ ലക്ഷ്യം ജനങ്ങളുടെ ഒക്കെ പ്രീതി പിടിച്ചു പറ്റും. പക്ഷെ ഗ്ലോബലി ഇന്ത്യക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി. അതേപോലെ തന്നെ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് എതിരെയുള്ള ആക്രമണം ചെറിയ രീതിയിലൊന്നും അല്ലത് ബാധിച്ചേക്കുന്നത്. വാൾ സ്ട്രീറ്റ് ജേണലിനകത്ത് ടിങ്കു വരദരാജൻ അദ്ദേഹത്തെ എഴുതിയ ആർട്ടിക്കിൾ എടുത്ത് വായിച്ചു നോക്ക്. ഏത് രീതിയിലാണ് ബാധിച്ചത്? RSSനെ ഡീപ്പായിട്ട് ബാധിച്ചു. ഏതായാലും RSS ഒരു നാഷണലിസ്റ്റ് ദേശീയ ഓർഗനൈസേഷനാണ്, ദേശീയതയുള്ള ഓർഗനൈസേഷനാണ്. അവരെയും വല്ലാതെ ബാധിക്കുന്നു. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ആ സൊല്യൂഷൻ ഉണ്ടാക്കിയില്ല എങ്കിൽ ഫർദർ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യങ്ങളും ഗ്ലോബലായിട്ടും ഡൊമസ്റ്റിക്കായിട്ടും നമ്മുടെ എക്കോണമിയെ ഡീപ്പായിട്ട് കയറി ബാധിക്കും. ഭയങ്കരമായിട്ട് കയറി ബാധിക്കും. ചുമ്മാ പറയുന്ന ബാധിക്കുന്നില്ലെന്ന്, ശരിക്കും കയറി ബാധിക്കും. ഈ പറയുന്ന 8.2 GDP എന്നൊക്കെ പറഞ്ഞ കള്ളത്തരമാണെന്ന് എല്ലാവർക്കും പിടികിട്ടി. ഈ RBI കൊടുക്കുന്ന പലതും അതിന് റിലയബിൾ ആയിട്ടുള്ള അതും കപടതയാണ് പിടികിട്ടി.
എന്താണെന്നുള്ളത് ഗവൺമെൻറ് കാര്യമായിട്ട് ചെയ്തില്ല എങ്കിൽ മോദിയെ മാത്രമല്ല ഗവൺമെന്റിനെ മാത്രമല്ല ഓരോ ജനങ്ങളെയും ബാധിക്കുന്ന ഇഷ്യൂ ആയിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് വെനൂസിലെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് മോദി എങ്ങനെങ്കിലും ട്രംപിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയാണ് ഇപ്പോഴും. അത് മാത്രമാണ് അജണ്ട, അത് നടക്കുന്നുമില്ല. ഇതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഐസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ഐസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല സംഭവം. കാരണം ട്രംപ് അടുക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്രമാത്രം ഇളവോടുകൂടി ടാരിഫ് കൊടുത്തിട്ട് പോലും അവരത് റിജക്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ നേരത്തെ അറിഞ്ഞത് ഇതിനൊക്കെ മുമ്പ് ഈ ഇന്ത്യയുമായിട്ട് ഈ പറയുന്ന സീറോ ടാരിഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യക്ക് അനുകൂലമായ രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. അമേരിക്കൻ രാജ്യം 50% ഫണറ്ററി ടാരിഫ് കൊടുത്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യം ഇന്ത്യയാണ്. അത് മനസ്സിലാക്കണം. നോക്കുക പാകിസ്ഥാൻ എത്രയാണ്, നോക്കുക മറ്റുള്ള രാജ്യങ്ങൾക്ക് എത്രയാണ്. അതാണ് ഇന്ത്യയോട് ട്രംപിനുള്ള വാശി എന്ന് പറയുന്നത്. അതിൻ്റെ സക്സസറും അയാൾ മാറിയിട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും തുടരുന്നത്. ഇത് മാറ്റിയെടുക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചില്ല എങ്കിൽ ഇന്ത്യയുടെ പോക്ക് അവതാളത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.